വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എരിഞ്ഞു പ്രകാശിക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി 25-8 എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. എണ്ണയുടെ പ്രധാന ഉപയോഗങ്ങളിലൊന്ന് വിളക്കുകൾ പ്രകാശമാനമായി കത്തിക്കൊണ്ടിരിക്കുക എന്നാണ്. എലിയാവ് കർത്താവിന് വേണ്ടി ജ്വലിച്ചു പ്രകാശിച്ചു. യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. കാരണം അവരുടെ ഉള്ളിൽ അഭിഷേക തൈലം ഉണ്ടായിരുന്നു. മത്തായി 25 ബുദ്ധിമതികളായ കന്യകമാരെയും ബുദ്ധിഹീനരായ കന്യകമാരെയും കുറിച്ച് നാം വായിക്കുന്നു. 5 കന്യകമാർ ഒരു വശത്തും മറ്റ് 5 പേർ മറുവശത്തും. ഓരോരുത്തരും വിളക്ക് കൈകളിൽ പിടിച്ചുകൊണ്ട് മണവാളിനെ കാത്തിരുന്നു. എന്നാൽ 2 ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിന് അവരുടെ വിളക്കുകൾക്ക് എണ്ണ ഉണ്ടായിരുന്നു, മറുവശത്ത് അങ്ങനെ ചെയ്തില്ല. ഒരു ഗ്രൂപ്പിന് എണ്ണ തീർന്നു പോയതിനാൽ അവരുടെ വിളക്കുകൾ കത്തില്ലായിരുന്നു. കത്തുന്ന വിളക്കുകൾ ഇല്ലാതെ അവർക്ക് മണവാളിനെ കാണാൻ കഴിഞ്ഞില്ല. അവർ ഇരുട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. അവർ വാതിലിന് പുറത്ത് അടച്ചിരുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എടുക്കപ്പെടും, മറ്റൊരു കൂട്ടം ആളുകൾ ഉപേക്ഷിക്കപ്പെടും. എണ്ണയുടെ അഭാവമായിരിക്കും പിന്നിൽ നിൽക്കാനുള്ള കാരണം. ഒരുങ്ങാൻ നൽകിയ ദിവസങ്ങൾ ഇതിനകം കഴിഞ്ഞു. എണ്ണയുമായി ഒരുങ്ങുക എന്ന ആഹ്വാനം വരുന്ന ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ. മണവാളൻ വന്നു കഴിഞ്ഞാൽ എണ്ണ തയ്യാറാക്കാൻ സമയമില്ല. അതിനാൽ ഈ കൃപയുടെ സമയത്ത് നമുക്ക് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ആ എണ്ണ കൊണ്ട് നിറയ്ക്കാം. ബുദ്ധിഹീനരായ കന്യകമാർ എണ്ണയ്ക്കായി യാചിച്ചു, പക്ഷേ അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇത് തീർച്ചയായും അറിയുക, നിങ്ങൾക്ക് മറ്റൊരാളുടെ അഭിഷേകം കടം വാങ്ങാനോ കഴിയുകയില്ല. മണവാളിനെ കാണാൻ മറ്റൊരാളുടെ അഭിഷേകത്തെ ആശ്രയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കൃപയുടെ ഈ നാളുകളിൽ നിങ്ങളുടെ പാത്രം അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാ ദിവസവും രാവിലെ കർത്താവ് തൻ്റെ പുതിയ കരുണകൾ നമ്മളുടെ മേൽ ചൊരിയുന്നു. രാത്രി മുഴുവനും നമ്മുടെ വിളക്കുകൾ കത്തിക്കൊണ്ടേയിരിക്കട്ടെ. നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പോലും ആ അഭിഷേകത്താൽ നിറയുക. കാരണം കർത്താവിൻ്റെ വരവ് അത് രാത്രിയാകാം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കാം. ഈ വർഷാവസാനത്തോടെ നിങ്ങളുടെ കർത്താവിൻ്റെ മഹത്വമുള്ള മുഖം നിങ്ങൾ ദർശിച്ചേക്കാം. രാവും പകലും നിരന്തരം അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുക. വിളക്കിനുള്ള എണ്ണ ഒലിവുമരത്തിനുള്ളിലെ വിത്തുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന എണ്ണ പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത്. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സദൃശ്യവാക്യങ്ങൾ 31 10 18 സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. 18 തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 16, 17, 18 വൈകുന്നേരം 2 കൊരിന്ത്യർ 6 ആമേൻ.